ഓക്കെ, ഈ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, do you get time to explore the place where you go? Okay, especially on 777 days, I used to fly to a lot of places. I've been to 6 continents. ഈ അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ പോകാനുള്ളത്. അതും കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. To go to Greece, ഏത്തൻസിലൊക്കെ. അപ്പോൾ we used to get, അത് ആഴ്ച 2 ദിവസമുള്ളൂ ഫ്ലൈറ്റ്. റോമിലുണ്ട്, ഇതൊക്കെ ആഴ്ച 2 ദിവസം. അപ്പോൾ 5 days ലേ ഓവർ ആണ് നമുക്ക്. ഓഫ്, പെയ്ഡ്. പെയ്ഡ് ലേ ഓവർ ആണ്. ഒരു ഹോട്ടലും തരുന്നുണ്ട്. അടിപൊളി. ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലം കണ്ടിട്ടുണ്ട്. ഗ്രീസിൽ സാന്റോറിനി പോയിട്ടുണ്ട്. ഐ ഷുഡ് ടേക്ക് എ ഫ്ലൈറ്റ് ഗോ ടു സാന്റോറിനി, അവിടെ എക്സ്പ്ലോർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റിയോ, ഞങ്ങൾ സാപ്പാളോ ഫ്ലൈ ചെയ്തു. സാപ്പാളോ ലാൻഡ് ചെയ്തിട്ട് അടുത്ത ദിവസം ഞാൻ ഫ്ലൈറ്റ് എടുത്ത് റിയോയിൽ പോയി. റിയോ എല്ലാം കറങ്ങി. നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു നെക്സ്റ്റ് ഫ്ലൈറ്റ് 5 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെയുള്ളത് അത് ആ ടൈപ്പ് ഓഫ് ഫ്ലീറ്റ്സിലെ പറ്റത്തുള്ളൂ. 777, 350, 380 ഹബ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്. ഇതിനകത്ത് കാര്യം ഐ മീൻ സിഡ്നി എല്ലാം കണ്ടു കഴിഞ്ഞു. പിന്നെ ഇത് സെയിം സ്ഥലത്തല്ല നമ്മൾ ഈ പോകുന്നത്. അപ്പൊ 350 എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ലൊക്കേഷൻസിലാണ് പോകുന്നത് അല്ലേ. ഇപ്പൊ എൻ്റെ പറഞ്ഞാൽ വളരെ ഫ്യൂ പ്ലേസസ് ആണ്. അപ്പൊ അവിടെ എല്ലാം കാണാനുള്ള എല്ലാം കണ്ടു കഴിഞ്ഞു. എന്നാലും ഇടയ്ക്ക് ഏതെങ്കിലും പുതിയ സാധനം ഉണ്ടെങ്കിൽ പോകും. ഫ്രാങ്ക്ഫർട്ടിൽ മറ്റേ മോട്ടോർ ഷോ ഒക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോ പോയി കാണും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അങ്ങനെ രസമാണ്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോഴും മടുത്തിട്ടില്ല.